ആരാണ് നമ്മളെ കബറിൽ നമ്മൾക്ക് കൂട്ടിന്? ഇനി ആ മരണപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് തിരിച്ചു വരുന്നോ എന്ന് ചിന്തിച്ചു നോക്കി. ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരിക വേണ്ട. മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളെ വീട്ടിലേക്ക് നമ്മളൊരു ആത്മാവായിട്ട് വരുമ്പോ നമ്മൾ കാണുന്നത് എന്തായിരിക്കും? ഭാര്യ കരഞ്ഞ് കരഞ്ഞ് കണ്ണൊക്കെ ചുവന്ന് കണ്ണ് കരുത്ത് ആ കട്ടിൽമ തന്നെ ഓളിങ്ങനെ കവന്ന് കിടക്കുന്നുണ്ടാകും. കുടുംബക്കാരികളും ഏട്ടത്തിമാരും അല്ലെങ്കിൽ മൂത്തമ്മമാരും ഒക്കെ കഞ്ഞിയോ എന്തെങ്കിലും ഭക്ഷണമോ നമ്മളെ പെണ്ണിന്റെ അടുത്തുകൊണ്ടുപോയി കൊടുക്കുന്നുണ്ടാകും. ഇനി മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താക്കന്മാര് വീട്ടിന്റെ കൊലായിൽ ഒരു കസേരയിൽ ഒരു തോർത്തുമുണ്ട് തോളത്തിട്ട് ഇടക്കിടക്ക് കണ്ണീരും തുടച്ച് അയാൾ അങ്ങനെ ഇരിക്കുന്നുണ്ടാകും. മക്കളാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ആൾക്കാർക്ക് വെള്ളം കൊടുക്കാനും സ്വീകരിക്കാനും വേണ്ടി വീട്ടിന്റെ കൊലായിലോ മുറ്റത്തോ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. കയറി വന്നവർ കിട്ടാവുന്നൊരു വെള്ളം കുടിച്ച് ചായ കുടിച്ച് ഓരോ ഭാഗത്തേക്ക് മാറിയിരുന്ന് സംസാരം തുടങ്ങും. മരിച്ചതിന്റെ പിറ്റേന്ന് ആ മരിച്ച വീട്ടിൽ പിന്നെ സംസാരിക്കുന്നത് മരിച്ച നമ്മളെ പറ്റിയല്ല. ഒരു ഭാഗത്തുനിന്ന് ഒരു കൂട്ടര് രാഷ്ട്രീയം പറയുന്നുണ്ടാകും. ഇന്നലെ ആ രാഷ്ട്രീയക്കാരന്റെ കഥ. ചിലര് ചിരിക്കും, ചിലര് കഥ പറയും, ചിലര് കുടുംബകഥ പറയും, ചിലര് രാഷ്ട്രീയവും മതവും സംഘടനയും ഒക്കെ അങ്ങനെ പറയും. അവസാനം അതിനൊക്കെ ശേഷം പിന്നീട് ഓരോരുത്തരായി ആ വീട്ടിൽ നിന്ന് യാത്ര ചോദിക്കും. മരിച്ചതിന്റെ 3-ന്റെ അന്ന് വൈകുന്നേരം കുടുംബക്കാരികള് നമ്മളെ ഭാര്യന്റെ അടുത്ത് പോയിട്ട് പറയും, സുലൈഖ ഞങ്ങള് പോവുകയാണ്, 3 ദിവസമായി വീടൊക്കെ അടച്ചിട്ട് പോന്നതാ, മക്കളെ മദ്രസയും സ്കൂളും ഒക്കെ ഇപ്പൊ ഇല്ലാണ്ടായതാ, എത്ര ദിവസം എന്ന് കരുതിയാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വെറുതെ നിൽക്കുക, അഥവാ വെറുതെ നിൽക്കുക, അതുകൊണ്ട് ഇനി ഞങ്ങൾ പോവാണ്, ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരാം, ഈ ഇങ്ങനെ നിലവിളിച്ച് കിടന്നൊക്കാതെ ഒന്ന് എഴുന്നേറ്റ് മക്കൾക്ക് എന്തെങ്കിലും വെള്ളം കൊടുക്ക്, പോയണ്ടോല് പോയി, അവരെ ഓർത്ത് നമ്മൾ ഇനി ബേജാറായിട്ട് കാര്യമല്ല, ഇനി എന്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങി ജീവിക്കണം, ഇനി എന്റെ കുടുംബത്തിന് വേണ്ടി ഇങ്ങി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പോകും. അന്ന് രാത്രിയോ പിറ്റേന്ന് രാവിലെയോ വാടകക്കെടുത്ത താറപ്പായ അത് അയച്ചു മാറ്റാൻ വേണ്ടി അയൽവാസികളോ കുടുംബക്കാരനോ വരും. വാടകക്കെടുത്തതൊക്കെ വാടകക്കാരൻ അവന്റെ കാശും വാങ്ങി ഓനും ആ വീട്ടിൽ നിന്ന് പിരിയും. പിന്നീട് ആ വീട് മാത്രം അവിടെ ഉണ്ടാകും. ഒരൊറ്റ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ആ വീട്ടിലുണ്ടാവൂല, നമ്മൾ ആ വീട്ടിലുണ്ടാവൂല. ഒരു 10 or 20 അല്ലെങ്കിൽ 1 or 2 മാസം മക്കള് ഫോൺ ഓഫാക്കും, TV കാണലൊക്കെ ഒന്ന് നിർത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഓനും പൊരുത്തപ്പെടും, പോകണ്ടോല് പോയി, അതുകൊണ്ട് ഫോൺ ഓന്റെ കൈവല് വരും, അല്ലെങ്കിൽ ഓഫാക്കിയ പല സ്വിച്ച് ഓൻ ഓണാക്കും. നമ്മളൊക്കെ പറയാറില്ലേ, ജീവിതത്തിൽ പിന്നെ ചിന്തിക്കാൻ പറ്റാത്തത് ആ വീട്ടിൽ നടക്കും. എന്തൊക്കെ? ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇന്നും ചില ഭാര്യമാര് പ്രാർത്ഥിക്കാറുണ്ട് റബ്ബിനോട്, പടച്ചോനെ ഞാൻ മരിച്ചിട്ടെങ്കിൽ മൂപ്പരെ മരിപ്പിക്കാവൂട്ടോ, മൂപ്പരില്ലാണ്ട് എന്നെ കൊണ്ടാവൂലെന്ന്. ഇത് ചിലപ്പം ഭർത്താക്കന്മാരും പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഞാൻ മരിച്ചിട്ടിങ്ങി മരിച്ചാ മതിട്ടോ, ഈ ഇല്ലാണ്ട് എന്നെ കൊണ്ടാവൂലെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച മനുഷ്യരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് മരിച്ച ഭാര്യ കബറിൽ കിടക്കുന്നതിന്റെ 1 കൊല്ലോ 2 കൊല്ലോ തികയുമ്പോഴേക്കും മാരെ നിങ്ങൾ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണ് വരും, ഓനെ കൊണ്ട് കുടുംബക്കാര് കെട്ടിക്കും, നിങ്ങൾക്ക് വേറെ പുതിയാപ്ലനെ കണ്ടെത്തി തരും. അതുകൊണ്ടാ പടച്ച റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നതെങ്കിൽ, വഫീഹാ നുഈദുകും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. അതോടുകൂടി ഒന്നും അവസാനിക്കാതെ ഒരിക്കൽ കൂടി നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും. ആ പുനർജീവിപ്പിക്കപ്പെടുന്ന ലോകത്തെ നിങ്ങൾക്കാർക്ക് റബ്ബിന്റെ ചോദ്യത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ഫഖദ് ഫാസ ഫൗസൻ അളീമാ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. പണമുള്ളവനോ പണമില്ലാത്തവനോ, ദരിദ്രനോ കോടീശ്വരനോ, തറവാടുള്ളവനോ തറവാടില്ലാത്തവനോ, കറുത്തവനോ വെളുത്തവനോ, മൂക്ക് നീണ്ടവനോ മൂക്ക് കുറിയവനോ, പ്രാരാബ്ദങ്ങളിൽ ജീവിക്കുന്നവനോ സമ്പത്തിന്റെ സോപാനത്തിൽ ജീവിച്ചവനോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണം വെളിപ്പാടകലയുണ്ട്, ചെരുപ്പിന്റെ വാറിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും, ആ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഒരു ഹൃദയവും, ആ ഹൃദയത്തിൽ നിന്നും പറപറക്കുന്ന രക്തവും, അതാണ് മനുഷ്യരെ നിങ്ങളുടെ ജീവനെങ്കിൽ ആ ജീവൻ പടച്ച റബ്ബ് തിരിച്ചെടുക്കുന്ന നിമിഷം വഫീഹാ നുഈദുകും. അതോടുകൂടി നിങ്ങൾ മരണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുകയല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ അരികിലേക്ക് മടങ്ങുകയാ. പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത
പ്രപഞ്ചത്തിന്റെ നാഥനായ സൃഷ്ടാവ് തീരുമാനിക്കുന്ന കോടാനുകോടി വർഷങ്ങൾ ജീവിക്കേണ്ടത് കബറില. ആ കബറിന് ശേഷമുള്ള ലോകം ഒരിക്കലും അവസാനിക്കാത്ത റബ്ബിന്റെ മഹിഷറയാ. ആ മഹിഷറ ലോകത്ത് റബ്ബിന്റെ സ്വർഗപ്രവേശനത്തിന് നിങ്ങളെ കയ്യിൽ അമലുകളുണ്ടോ? നിങ്ങൾക്ക് പുഞ്ചിരിയോടെ മരിക്കാം. 10,000 മയ്യത്ത് നമസ്കരിച്ചിട്ടില്ലെങ്കിലും, ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും, നിങ്ങളെപ്പറ്റി ആളുകൾക്ക് മറ്റേത് കുടുംബക്കാരന് അഭിപ്രായമില്ലെങ്കിലും, പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് നിങ്ങളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ അരികിലേക്കുള്ള മടക്കം നിങ്ങൾക്ക് സമാധാനമാക്കാൻ പറ്റും.